ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് പ്ലസ് വ്ളോഗ് വീഡിയോ ഒക്കെയാണ്. അപ്പം ഞാൻ തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കിരുന്നു ഉറങ്ങുന്നിടത്തുനിന്ന്. പക്ഷെ അമ്മ വന്നപ്പോൾ ഒരൊറ്റ ഞെട്ടിണീക്കൽ നീച്ചു. കൂടെ അന്നസും വന്നിട്ടുണ്ടായിരുന്നു. അന്നിട്ട് നീച്ചാലാണ് പിന്നെ വന്ന് വിളിക്കാറുള്ളത്, വേറെ നല്ല ഓന് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു വീഡിയോ എടുക്കുന്നത് 31 തീയതിയാണ് ജനുവരി. പക്ഷെ ഇത് നിങ്ങൾ കാണുന്നത് എന്നാന്ന് പോലും എനിക്കറിയില്ല, കാരണം നമ്മളെ മടി തന്നെ. നീച്ച് അന്നൂസിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒടുക്കത്തെ എക്സ്പ്രഷൻ എന്തൊക്കെയോ കാട്ടുന്നു. പക്ഷെ ഭയങ്കര ക്യൂട്ടായിട്ട് നമുക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൂസിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. ബർത്ത്ഡേ കഴിഞ്ഞതാണ്, പക്ഷെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് നാളെയാണ് 1 തീയതി. ഗൈസ്, നമുക്ക് അന്നൂസിന് ഹോർലിക്സ് ഉണ്ടാക്കി കൊടുക്കാം. മെയിൻ ആയിട്ടുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അച്ഛൻ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ഞാൻ രാവിലെ അന്നൂസിനും എനിക്കും കൂടെ ഹോർലിക്സ് ഉണ്ടാക്കുകയാണ്. ലേശം പാൽപ്പൊടി എടുത്ത് തന്നു അമ്മരെ നല്ല പുളിച്ചാട്ടിട്ടുണ്ടെങ്കിൽ. അച്ഛൻ കണ്ട് എത്തിയിട്ടില്ല. അപ്പോൾ തന്നെ എങ്ങോട്ടൊക്കെ പോകണം എന്നുള്ള പ്രോപ്പറായിട്ടുള്ള ലിസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം അന്നൂസ് ഓരോ എക്സ്പ്രഷൻസ് ഒക്കെ ഇടുമ്പോൾ ഭയങ്കര ക്യൂട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഹോർലിക്സും മറ്റേ 50-50 ബിസ്ക്കറ്റില്ലേ അതും കൂടെ കഴിക്കുകയാണ്. അന്നൂസിൻ്റെ ബർത്ത്ഡേ ശരിക്കും കഴിഞ്ഞതാണ്. നമ്മൾ അന്നൊരു സദ്യയൊക്കെ വെച്ചിട്ടാണ് സദ്യയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ വന്നിട്ടേ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നീട്ടി കൊണ്ടുപോയതാണ്. അപ്പോൾ അച്ഛൻ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ആയി. കാരണം വേറെ ഒന്നുമല്ല, അടുത്ത ആഴ്ച വെക്കാന്നൊക്കെ പറഞ്ഞാൽ സൺഡേ സാറ്റർഡേ എന്നൊക്കെ സ്കൂളിൽ ലീവില്ല, ഞങ്ങൾക്ക് ക്യാമ്പാണ് സ്കൂളിൽ. അതുകൊണ്ട് പിന്നെ ഈ പ്രാവശ്യം തന്നെ വെച്ചതാണ്. 1-ാം വയസ്സിൻ്റെ പോലെ 2-ാം വയസ്സിന് അത്ര വലിയ ആർഭാടൊന്നുമില്ല. നമ്മുടെ ഫാമിലി മാത്രമേ ഉള്ളൂ, ഒന്നും ആരും ഉണ്ടാവുകയില്ല. അതാണല്ലോ എൻ്റെ ഒരു ബൂട്ടി. ദോശ ആരുണ്ടാക്കി? ദോശ പകുതി ഞാനും കൊടുത്തു, പകുതി അങ്ങനെ പകുതി ഞാനും പകുതി അമ്മ ഉണ്ടാക്കിയ ദോശ പകുതി അമ്മയും പകുതി ഞാനും കൂടെ കഴിച്ചിട്ടുണ്ട്. പുളിദോശയും ചമ്മന്തിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അതൊക്കെ ഇങ്ങനെ തിന്നുമ്പോൾ ഞങ്ങളിങ്ങനെ പറയാ, നാളെ ഈ നേരത്തെ നമ്മുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റേക്ക് അച്ഛനും കൂടെ ഉണ്ടാവുമല്ലോ, അയ്യോ ആവോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞല്ലോ അന്നൂസിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇന്ന് നാളത്തേക്കുള്ള കുറച്ച് ഫോട്ടോസ് എടുത്തേക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിന്ന് ചമ്രവട്ടത്തേക്ക് പോകുന്നുണ്ട്. ഈ ക്യാമറ ഒക്കെ വെച്ചിട്ടുള്ള ഫോട്ടോഷൂട്ടില്ലേ, അതല്ല, നമ്മുടെ ഫോണിൽ തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന തരത്തിലൊരു ഫോട്ടോ, അത്രേ ഉള്ളൂ. നമുക്ക് സ്റ്റാറ്റസ് വയ്ക്കാൻ മാത്രം മതി. പിന്നെ കുളിച്ച് സുന്ദരമായിട്ട് അച്ഛനെ കാത്തുക്കാണ്. ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും അച്ഛൻ രാവിലെ തന്നെ വരുന്നുണ്ടത്. അച്ഛൻ രാത്രി വരുള്ളൂ. എന്നാലും ഞാനും അന്നൂസൊക്കെ കുളിച്ച് കുട്ടപ്പനായിരുന്നേക്കിന്. പിന്നെ അച്ഛൻ അയച്ചെന്ന വീഡിയോ ആണ്. ഇന്ന് ഇവിടുന്ന് നമ്മളെ എയർപോർട്ടിലേക്ക് പോവുകയാണ് അച്ഛൻ അവിടുന്ന് കുറച്ച് ലോങ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ തന്നെ അവിടെ എത്തുന്നുണ്ട്. അന്നൂസിൻ്റെ ബർത്ത്ഡേയുടെ ഷോർട്ട് വീഡിയോ മാത്രമേ ഉള്ളൂ, ലോങ് വീഡിയോ ഒന്നും ഇല്ല എൻ്റെ കയ്യിൽ. എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എടുക്കാൻ വേണ്ടിയിട്ട്. ഷോർട്ട് വീഡിയോ എന്നെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് എടുപ്പിച്ചതാണ്. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞണ്ട് കറിയാണ്. അപ്പം ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. അന്നൂസിന് 2 ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പോയിട്ടൊക്കെ, അപ്പോൾ സ്റ്റാറ്റസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഞണ്ടൊക്കെ ക്ലീൻ ചെയ്ത് കറിയൊക്കെ വെച്ചതിന് ശേഷം അമ്മയും മാറ്റാൻ നിന്നു. അങ്ങനെ പിന്നെ നമ്മൾ മാത്രമല്ല പോണത്, നമ്മളെ കൂടെ വിജുമാമയും കൂടെ ഉണ്ട്. ഇതാണ് അന്നൂസിന്റെ ഇപ്പത്തെ ചെരുപ്പ്. അച്ഛൻ വരുമ്പോ ഒരു നല്ല അടിപൊളി ഷൂസ് കൊണ്ടുവരുന്നു പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നെ വേറെ ഒന്നും വാങ്ങാൻ നിന്നില്ല. വിജുമാമരെ മാറ്റിൽ കഴിഞ്ഞൊന്ന് പോയി നോക്കാൻ പറയാണ് അമ്മ എന്നോട്. അപ്പൊ ഞാനും അന്നൂസും തന്നെ പോയി നോക്കണം. ഞങ്ങളുടെ സ്നേഹപ്രകടനമാണ് കണ്ടോണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അച്ഛൻ വരാനുള്ളതുകൊണ്ട് ചീത്തൊന്നും കേൾക്കണ്ട വിചാരിച്ചിട്ടാവും ആള് നല്ലപോലെ നിൽക്കണ്ടായിരുന്നു. അങ്ങനെ വിദ്യമേമരെ മാറ്റം കഴിഞ്ഞ് ഞാനും അമ്മയും അന്നൂസും വിദ്യമേമയൊക്കെ കൂടെ നമ്മളെ അടുത്തുള്ള കടയ്ക്ക് പോകണം. ഇതാണ് നമ്മുടെ സ്റ്റുഡൻസ്. ഇവിടെ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സകലമാന സാധനങ്ങളും ഉണ്ടാകും. ഞങ്ങൾക്ക് വേണ്ട ആകെ ഈ 2 നെയ്തിയ ബലൂണായിരുന്നു. അങ്ങനെ അതും വാങ്ങി ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്കും ചെന്നു. അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ബസ്സും വന്ന് നമ്മൾ ബസ്സിലും കയറിപ്പോയി. ഞാൻ ബസ്സിൽ കയറിയിട്ട് ഇങ്ങനെ ഫോണും പൊക്കി പിടിച്ച് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ആൾക്കാരെന്ത് വിചാരിച്ചിട്ട് ഞാൻ അതാണ് ഒളിച്ചും പാത്തും വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയും പിന്നെ ചെറുതായിട്ടൊരു നാണമൊക്കെയാണ്. അങ്ങനെ നമ്മൾ ചമ്രവട്ടം പാർക്കിലെത്തി. അവിടെ ചെന്നപ്പോൾ നമുക്ക് തണലുള്ളൊരു സ്ഥലമേ കിട്ടിയിരുന്നില്ല. പിന്നെ നമ്മൾ അതിൻ്റെ ഒരു ആരോഗ്യം നടന്നു നോക്കിയപ്പോൾ നമുക്കൊരു മരച്ചോട് കണ്ടു. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് ഇരുന്നു. ഞങ്ങൾ ഈ ബലൂൺ വാങ്ങിയപ്പോൾ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അന്നൂട്ടന് ഇത് പേടിയാവുമെന്ന്. ഓൻ എന്ത് ഇത്ര ചെറിയ സാധനം പോലും ഓന് പേടിയാണ്. അത് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഈ ബലൂൺ ഫസ്റ്റ് ഞാൻ വീർപ്പിച്ച് നോക്കിയപ്പോൾ വീർക്കണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ച സാധനം പൊളിങ്ങേന്ന്. പക്ഷെ നമുക്കത് വീർത്ത് കിട്ടി. ശരിയായ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അടിപൊളിയായിട്ട് കിട്ടും. എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ ചെയ്തിട്ടൊന്നും ശീലമില്ല. അപ്പം ഞാൻ വിദ്യമനോട് നോക്കി ഇങ്ങനെ തന്നെ അല്ലേ സംഭവം എന്നൊക്കെ. അന്നൂസാണെങ്കിൽ അവിടെ നിന്ന് ചാടി കളിക്കുന്നു. അവന് ഭയങ്കര സന്തോഷം. അങ്ങനെ നമ്മൾ അത് വെച്ച് 2 ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഡ്രസ്സ് ഊരി കൊടുക്കുകയാണ്, വേറെ ഡ്രസ്സ് മാറ്റാൻ വേണ്ടി. 2 വയസ്സിൻ്റെ ഒന്നും അവന് വേണ്ടത്ര. ബലൂൺ കിടക്കുന്ന കിടപ്പ് കണ്ട. 20 രൂപയാണെങ്കിൽ 20 രൂപയ്ക്ക് 20 രൂപ വേണ്ടേ?
ഓന് വേണ്ടെങ്കിൽ എന്താ, എനിക്കത് വേണം. അടുത്ത കൊല്ലം നമുക്ക് 12 മാറ്റിയിട്ട് 13 വെക്കാനുള്ളത്. അപ്പോഴേക്കൊക്കെ ജീവിച്ചിരിക്കുമോന്ന് ആർക്കും മനസ്സിലായിട്ടില്ലെന്ന്. ഇപ്പം എനിക്ക് നിലവിൽ 12 വയസ്സാണ്. അപ്പോൾ നമ്മൾ 13 വയസ്സാകുമ്പോൾ നമ്മൾ ആദ്യം 12 ബലൂൺ പിടിക്കും, എന്നിട്ട് ആ 12 കളയും, എന്നിട്ട് ഒരു 3 അതിലേക്ക് ആഡ് ചെയ്യും. അതാണ് എൻ്റെ ഉദ്ദേശം. എല്ലാവർക്കും വള്ളി പുള്ളി തെറ്റത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ആകെപ്പാടെ അങ്കലാപ്പായിരുന്നു. അതിനൊട്ട് ഒട്ടും സമ്മതിക്കേണ്ടതില്ല. പിന്നെ ഇതിന്റെ സാറിന്റെ വീടാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് കണ്ടപ്പോ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ പാലത്തിന്റെ അവിടെ എത്തിയപ്പോൾ ഇതാ നമ്മൾ നോക്കി പൈനാപ്പിൾ പുഞ്ചിരിക്കുന്നു. അങ്ങനെ നമ്മൾ കുപ്പിയിൽ കിടന്നിരുന്ന 3 പൈനാപ്പിളിനെ അങ്ങോട്ട് എടുത്ത് നമ്മൾ പിന്നെ മസാലയൊക്കെ തേച്ചിട്ട് തിന്നാൻ തുടങ്ങി. ഇന്ത്യയിൽ മസാല കുറവായിരുന്നു, എനിക്ക് മസാല ഭയങ്കരമായിട്ട് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ മസാല കുറച്ചുള്ളത് ഞാനങ്ങോട്ട് പൊക്കി, എന്നിട്ട് നല്ല പുറഞ്ഞെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാൻ ബസ് സ്റ്റോപ്പിലെത്തി. അമ്മ വീട്ടിലേക്കാണ്, പക്ഷെ ഞാനും മേമയും വീട്ടിലേക്കല്ല. കാരണം നമുക്ക് ഒന്ന് കാവലക്കാട് പോകാനുണ്ടായിരുന്നു. അങ്ങനെ ഞാനും മേമയും കാവലക്കാട് ഇറങ്ങി, അമ്മ ആലിഞ്ചോട് ഇറങ്ങിയിട്ട് നമ്മളാണ്ട് പോവാണ്. ഞങ്ങൾ ബസ്സിലിരിക്കുമ്പോഴേ ഈ വീട് അച്ഛൻ അയച്ചത്. ഇത് കണ്ടപ്പോ എന്റെ കൈയും കാലൊക്കെ വിറക്കലടങ്ങിയ സന്തോഷം. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അമ്മ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മേമയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുള്ളതുകൊണ്ട് കാവലക്കാട്ടേക്കൊക്കെ പോയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഞങ്ങളൊരു പപ്സും ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്, ഒരു മുട്ട പപ്സ്. എന്നാലും ഞാൻ കുറച്ച് ചോറുണ്ടാല്ലേ. വാവ്, നല്ല അടിപൊളി പപ്പടം, ഞണ്ട് കറി, ചോറ്. പപ്സും ചായയും കഴിച്ച കാരണം എനിക്ക് പ്രത്യേകിച്ച് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഡാൻസിനാണ് നേരെ പോകുന്നത്. അപ്പം പിന്നെ വരുമ്പോഴേക്കും നമ്മൾ ആകെ ആടിക്കൊഴഞ്ഞു വെക്കും. അപ്പം പിന്നെ നമ്മൾ നേരത്തെ ഫുഡൊക്കെ കഴിച്ച് എനർജറ്റിക് ആയിട്ട് പോകണം. പിന്നെ ഞണ്ടുകറി കൂട്ടാൻ വേണ്ടി വായിലിങ്ങനെ വെള്ളം മൂറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫുഡ് അങ്ങോട്ട് എത്തിയപ്പോൾ സമാധാനമായി. ഞണ്ടുകറി സൂപ്പർ ആയിരുന്നു കേട്ടോ, അടിപൊളി. ഫുഡ് കഴിക്കാനല്ലാതെ ഒരു സെക്കൻഡ് പോലും ഞാൻ വീട്ടിലിരുന്നിട്ടില്ല. ആ ഇട്ട ഡ്രസ്സിനിട്ട് ഓടാണ് ഞാൻ ഡാൻസ് ക്ലാസ്സിക്ക്. ഞങ്ങൾ കാവലക്കാട് നിന്ന് എത്തിയപ്പോൾ തന്നെ 3 മണി ആയിട്ടുണ്ട്. ഡാൻസ് ക്ലാസ് 3:30-ക്കാണ്. അപ്പൊ പിന്നെ ഊഹിക്കാലോ എന്റെ സമയം. ഞാൻ പിന്നെ നടത്തത്തിന് ഭയങ്കര സ്പീഡായതുകൊണ്ട് ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് 1/4 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഞാൻ അവിടെ എത്തിയത്. ഞാൻ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് വരുന്ന നോക്കി എന്നിട്ട് ആലന്തോട് ബസ് സ്റ്റോപ്പിൽ ഒരാൾ നിൽക്കണ്ടായിരുന്നു. വേറെ ആരില്ല, എൻ്റെ അമ്മയും എൻ്റെ അന്നൂസും. നമ്മൾ കാവലക്കാട്ടിലേക്ക് പോവാണ്, ഞാനും അമ്മയും അന്നൂസും കൂടെ. എനിക്കറിയില്ല, ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കായിരിക്കും നമ്മൾ കുറെ നേരമൊക്കെ ഇരുന്നതിന് ശേഷമാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. ഒരിക്കലല്ല. ഞാൻ ഒരു സ്ഥലത്ത് പോലും ഇരുന്നിട്ട് പോലും ഇല്ല. ഒന്ന് ക്യാഷ് എടുക്കാണ്ടായിരുന്നു, അല്ലാതെ ചിലർ പരിപാടികളുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. കട്ട്ലൈറ്റും ലൈമുമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. കട്ട്ലൈറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ലൈം കുടിക്കുമ്പോൾ തന്നെ നല്ല സുഖമായിരുന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി വന്നിട്ട് വയ്യാണ്ടായിട്ട് ഈ ഒരു തണുത്ത വെള്ളം കുടിക്കുമ്പോൾ അടിപൊളി. അങ്ങനെ പിന്നെ നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ ഇട്ട് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് പോവാണ് തിരിച്ച് വീട്ടിലേക്ക്. വൈകിട്ട് എത്തിയപ്പോഴേക്ക് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി. കാരണം അച്ഛൻ രാത്രി എത്തുന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് വിളിച്ചപ്പോൾ അച്ഛനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് എത്തുക ഫ്ലൈറ്റ് കയറിയപ്പോൾ. അപ്പം അച്ഛൻ പറഞ്ഞു ഇപ്പോൾ ഫ്ലൈറ്റ് കയറിയിട്ടല്ലേ ഉള്ളൂ, രാത്രിയൊക്കെ ആകുമ്പോൾ എത്തിക്കോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ ആ ഒരു സന്തോഷത്തിൽ നിന്ന് തുള്ളിച്ചാടി കളിക്കുകയാണ്. പ്രവാസികളുടെ മക്കൾക്ക് ഈ തുള്ളിച്ചാട്ടത്തിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും. ഗൈസ്, അങ്ങനെ നമ്മുടെ അച്ഛൻ എയർപോർട്ടിലെത്തി. വിളിക്കാൻ പോയ പാപ്പയും അച്ഛനൊക്കെ കണ്ടിക്കുന്നു. അച്ഛനെ കണ്ടുപുറത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയൊരു 3 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ അച്ഛൻ എത്തും. ചിങ്കാ. ഇതിൽ അച്ഛൻ വരുന്ന ഒരൊറ്റ വീഡിയോ പോലും ഇല്ല. അത് ഒരിടത്തിട്ടുണ്ടായിരുന്നില്ല. അതന്നെ പിന്നെ എങ്ങനെയൊക്കെയോ ഒരിടത്തേന് തിരക്കായിരുന്നു. അതാണ് ഇതാണ് തേങ്ങേനെ മാങ്ങേനെ എന്നൊക്കെ പറഞ്ഞിട്ട് എക്സ്ക്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കണ്ട് എത്തിയിട്ടില്ല. പക്ഷെ എന്തിനാന്നറിയില്ല, അന്നോട്ട പൂരെ ചേറലായിരുന്നു. ഒരു കാര്യമില്ല ഓന്, 4 വെറുതെ ചേർന്നു. ഭയങ്കര വാശി. കരഞ്ഞോണ്ടിരുന്ന ഓന് അച്ഛൻ വന്നു എന്ന് പറഞ്ഞപ്പോ ഉമ്മർത്ത് കയറിയിട്ട് തുള്ളിച്ചാടി കളിക്കാം. എനിക്ക് അതിന്റെ അർത്ഥം മനസ്സിലായി. വെറും വീഡിയോ കോളിൽ മാത്രം കണ്ണ് അച്ഛനെ വന്നു എന്ന് പറഞ്ഞപ്പോ അന്നൂസ് അങ്ങോട്ട് ചെന്നു ഓടി തുള്ളിച്ചാടി കളിക്കുക. ഞങ്ങളാണെങ്കിൽ അച്ഛൻ ഇപ്പറങ്ങി വെച്ചിട്ട് നിൽക്കുകയാണ്. അച്ഛനാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങണുണ്ടായിരുന്നില്ല. എനിവേസ്, ഇതാണ് എൻ്റെ അച്ഛൻ. അങ്ങനെ നമ്മൾ കുറേ കഴിഞ്ഞതിന് ശേഷം കാണുകയാണ്. വീഡിയോ ഒക്കെ നിർത്തിയതിനു ശേഷം ഞാൻ വെറുതെ ഇരുന്ന് കരഞ്ഞു. എന്തിനാന്ന് എനിക്കറിയില്ല, ആനന്ദക്കണ്ണീരായിരിക്കാം. അപ്പൊ കൂടുതൽ വീഡിയോസ് ഒക്കെ ആയിട്ട് ഇനിയും കാണാം. അപ്പൊ ബൈ.